Hello everyone, welcome to Kids Area Online. നാളെ ഇംഗ്ലീഷ് എക്സാം ആണ്. എല്ലാവരും പഠിച്ചായിരുന്നോ? ഇംഗ്ലീഷ് എക്സാമിന് എല്ലാവരും പഠിച്ചായിരുന്നോ? ഓക്കെ. അതിനു മുൻപ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഓൺലൈനിൽ വെക്കേഷൻ ക്ലാസ് ഉണ്ട്, വെക്കേഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ട്. ഏപ്രിൽ 1-നാണ് സ്റ്റാർട്ട് ആവുക. വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത് ഏപ്രിൽ 1-നാണ്. ലൈവായിട്ട് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബേസിക് ക്ലാസ്സസ്, എഴുതാനും കൂട്ടി വായിക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. എക്സാം എഴുതാനൊക്കെ ഗ്രാമർ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിനായിട്ടുള്ള ഗ്രാമർ ക്ലാസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കായുള്ള പ്രിപ്പറേഷൻ, 1ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. UKG-യിലേക്ക് പോകുന്ന കുട്ടികൾക്കായിട്ട് UKG-യിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ക്ലാസ്, അതായത് LKG-യുടെ റിവിഷൻ, നമ്പേഴ്സും ആൽഫബറ്റും ഒക്കെ ചേർത്തിട്ട് UKG-യിലേക്ക് പോകുന്ന കുട്ടികൾക്കായുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. മാത്സിന്റെ ബേസിക് ക്ലാസ്സസ് വെക്കേഷനിൽ നൽകുന്നുണ്ട്. മാത്സ് ബേസിക്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ഇങ്ങനെ മാത്സ് ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് 2 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പയർ, അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദിക്കുന്ന പൊതുവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതെങ്ങനെ എഴുതാം എന്നുള്ള എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതിന് പുറമെ വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം, വെക്കേഷനിൽ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം, അതിനായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, നാളത്തെ എക്സാമിന് എല്ലാവരും റെഡിയാണ്. ഗ്രൂപ്പ് ദ വേർഡ്സ്, ഇവിടെ കുറച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട്. ഇതിനെ ഗ്രൂപ്പ് ആക്കുക. റൈമിംഗ് വേർഡ്സ് എന്നാണ് അതിനെ പറയാ. അതായത് ഇവിടെ നോക്കി ഏതൊക്കെ വേർഡ്സ് ആണ്? ബോ, റിംഗ്, ക്രോ, സ്ലോ, സ്വിംഗ്, വിങ്, എലോ, സിങ്, റോ, തിങ്, ഇങ്ങനെ കുറച്ച് വേർഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിനെങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ആക്കാം? നിങ്ങളുടെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചോ? ഈ വാക്കുകൾ എങ്ങനെ അവസാനിക്കുന്നേ? ഇവിടെ OW അവസാനിക്കുന്നുണ്ട്. OW അവസാനിക്കുന്ന മറ്റൊരു വേർഡ്, OW അവസാനിക്കുന്ന മറ്റൊരു വേർഡ്. അപ്പൊ ഈ വേർഡ്സിന്റെ അവസാനം നിങ്ങളൊന്ന് നോക്കിയേ. ഈ വേർഡ്സിന്റെ അവസാനം OW അവസാനിക്കുന്ന വേർഡ്സ് കണ്ടോ? ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാം എന്ത് ചെയ്യണം? ഒരുമിച്ച് എഴുതണം. OW അവസാനിക്കുന്ന വേർഡ്സ് എല്ലാം ഒരുമിച്ച് എഴുതുക. ഇനി ING അവസാനിക്കുന്ന വേർഡ്സ് ആണ് മറ്റുള്ളതെല്ലാം. റിംഗ്, സ്വിങ്, വിങ്, സിങ്, തിങ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് നൽകിയിട്ട് അതിനെ ഗ്രൂപ്പ് ആക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആ നൽകിയിരിക്കുന്ന വേർഡ്സിന്റെ ലാസ്റ്റ് നോക്കുക. ലാസ്റ്റ് ഒരുപോലെ വരുന്നതെല്ലാം ഒരു കോളത്തിൽ എഴുതുക, ഒരുപോലെ വരുന്നത് മറ്റുള്ളവയെല്ലാം മറ്റൊരു കോളത്തിൽ എഴുതുക. ഇവിടെ OW അവസാനിക്കുന്ന വേർഡ്സ് എല്ലാം ഒരു കോളത്തിൽ എഴുതുക. എങ്ങനെ എഴുതാം? OW അവസാനിക്കുന്ന വേർഡ്സ് ബോ, ക്രോ, സ്ലോ, എലോ, റോ, ഇതെല്ലാം ഒരുമിച്ച് താഴെ എഴുതുക. മറ്റുള്ള വേർഡ്സ് അതെങ്ങനെയാണ് അവസാനിക്കുക? ഇങ്, റിംഗ്, സ്വിങ്, വിങ്, സിങ്, തിങ്, അങ്ങനെ അവസാനിക്കുന്ന വേർഡ്സ് എല്ലാം ഒരുമിച്ച് എഴുതുക. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് ദ വേർഡ്സ് എന്ന് പറയുമ്പോൾ നൽകിയിരിക്കുന്ന വേർഡ്സിന്റെ ലാസ്റ്റ് നിങ്ങൾ നോക്കുക, അതിന്റെ അവസാനം നോക്കുക. അതിൽ ഒരുപോലെ വരുന്നതെല്ലാം ഒരുമിച്ച് എഴുതുക, ഒരുപോലെ വരുന്ന മറ്റുള്ളവയെല്ലാം മറ്റൊരു ഗ്രൂപ്പ് ആക്കി ഒരുമിച്ച് എഴുതുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ അറിയാലോ, തെറ്റിക്കില്ലല്ലോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നെയിം ഓഫ് ദ ടീം ഈസ്, ഇവിടെ ഫസ്റ്റ് ലെറ്റർ, ഈ പേരുകളുടെ ഫസ്റ്റ് ലെറ്റർ ചേർത്താണ് ഈ ഗ്രൂപ്പിന് റെയിൻ എന്ന പേരുണ്ടായത്. ദ നെയിം ഓഫ് ദ ടീം ഈസ് റെയിൻ. എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, ഇവിടെ ആർ ഫസ്റ്റ് ലെറ്റർ. ഫസ്റ്റ് ലെറ്ററിന് കളർ കൊടുക്കാം. ഇവിടെ നോക്കിയേ, യെല്ലോ കളർ കൊടുക്കുകയാണ്. ആറിന് യെല്ലോ കളർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെറ്ററിനാണ് കളർ കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ലെറ്റർ ആ. ആമിയുടെ എക്ക് കളർ കൊടുക്കുകയാണ്.
എ കളർ നൽകി. ഇമയുടെ ഐക്ക് കളർ നൽകി. ഇമയുടെ ഫസ്റ്റ് ലെറ്റർ ഐക്ക് കളർ നൽകി. നിലുവിന്റെ ഫസ്റ്റ് ലെറ്റർ എന്നിനും കളർ നൽകി. ഇനി കളർ നൽകിയ ലെറ്റേഴ്സ് എല്ലാം ഓർഡറിൽ ഒരുമിച്ച് എഴുതുക. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഈ ഫസ്റ്റ് ലെറ്റർ എല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതാം. കളർ നൽകിയ ഫസ്റ്റ് ലെറ്റർ എല്ലാം ഒരുമിച്ച് എഴുതാം. എങ്ങനെയാണ് എഴുതുക? ഫസ്റ്റ് ലെറ്റർ എല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് എഴുതുക? RAIN. റെയിൻ. ദ നെയിം ഓഫ് ദ ടീം ഈസ് റെയിൻ. ഇതുപോലെ ടീമിന്റെ പേര് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ലെറ്റർ കളർ ചെയ്ത് ടീമിന്റെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അറിയാലോ. ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കളർ ചെയ്യുക, അത് ഓർഡർ ആക്കി ഒരു അരികിൽ നിന്ന് എഴുതുമ്പോൾ എന്താണ്, ഒരു കറക്റ്റ് ഓർഡറിൽ എഴുതുമ്പോൾ ഒരു പേര് കിട്ടും. അതായിരിക്കും ആ ടീമിന്റെ പേര്. പിന്നെ ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാവരും തെറ്റാതെ എഴുതുക കേട്ടോ. മറ്റൊരു ചോദ്യം, ദിസ് ഈസ് എ ക്രോ. ഈ ക്രോയെ കുറിച്ച് പറയാണ്. എന്താ പറയുന്നത്? ദിസ് ഈസ് എ ക്രോ. ഇതൊരു ക്രോയാണ്. അടുത്തെന്താ പറയുന്നത്? ദിസ് ഈസ് എ ബ്ലാക്ക് ക്രോ. ഇതൊരു ബ്ലാക്ക് ക്രോയാണ്. അടുത്ത ക്രോയെ കുറിച്ച് പറയാൻ ഇത് എന്താണ്? ബ്ലാക്ക്, ചുവപ്പ് നിറത്തിലുള്ള ബ്ലാക്ക്, കറുത്ത നിറത്തിലുള്ള കാക്കയാണ്. ദിസ് ഈസ് എ ക്രോ. ഇതൊരു കാക്കയാണ്. ദിസ് ഈസ് എ ബ്ലാക്ക് ക്രോ. ഇതൊരു കറുത്ത കാക്കയാണ്. അടുത്ത് പറയേണ്ട സൈസ് പറയണം. ദിസ് ഈസ് എ സ്മോൾ ബ്ലാക്ക് ക്രോ. ഇവിടെ ക്രോ മാത്രമായിരുന്നു, അത് ബ്ലാക്ക് ക്രോ ആയി. അതിന് പുറകിൽ മറ്റൊരു വേർഡ് ചേർത്തു, സ്മോൾ, ചെറുതാണ്, സ്മോൾ ബ്ലാക്ക് ക്രോ. അങ്ങനെയാണെങ്കിൽ ട്രീ എങ്ങനെ എഴുതാം? ദിസ് ഈസ് എ ട്രീ. ഇതൊരു ട്രീ ആണ്. അപ്പൊ ട്രീക്ക് മുന്നിൽ അതിന്റെ കളർ ചേർത്ത് എഴുതുക. എങ്ങനെയാ എഴുതുക? ദിസ് ഈസ് എ ട്രീയുടെ കളർ എന്താണ്? ഗ്രീൻ. ദിസ് ഈസ് എ ഗ്രീൻ ട്രീ. ഗ്രീൻ ട്രീ. പിന്നെ ഗ്രീൻ ട്രീയുടെ ബാക്കിൽ അതിന്റെ സൈസ് എഴുതുക. ബിഗ് ആണ് അല്ലെ. ദിസ് ഈസ് എ ബിഗ് ഗ്രീൻ ട്രീ. മനസ്സിലായല്ലോ? ഇതുപോലെ സെന്റൻസ് വലിയ സെന്റൻസ് ആക്കാൻ പറഞ്ഞാൽ അറിയാലോ. ചെറിയ സെന്റൻസിൽ നിന്ന് വലിയ സെന്റൻസിലാക്കാൻ പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ കളർ കൊടുത്ത് എഴുതുക. അതെന്താണോ അതിന്റെ കളർ ചേർത്ത് എഴുതുക. അതിനുശേഷം അതിന്റെ പുറകിൽ അതിന്റെ സൈസ്, സ്മോൾ ആണോ, ബിഗ് ആണോ, സർക്കിൾ ആണോ, സ്ക്വയർ ആണോ, എന്താണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, എന്താണോ ആ പിക്ചർ, അതിനനുസരിച്ച് എഴുതുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും തെറ്റാതെ നിങ്ങൾ എഴുതുമല്ലോ. സ്പെല്ലിംഗ് എല്ലാം പഠിച്ചിട്ട് പോകണം കേട്ടോ. കൈറ്റിനെ കുറിച്ച് ചോദിക്കും. ദിസ് ഈസ് എ കൈറ്റ്. ഇറ്റ് ഹാസ് ത്രീ tails. ഐ ലൈക്ക് ദ കൈറ്റ്. ഇങ്ങനെയൊക്കെ എഴുതാൻ ഡിസ്ക്രിപ്ഷനും പഠിച്ചിട്ട് പോവുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ? ഓക്കെ ചിൽഡ്രൻ. ഇതൊരു പിക്ചറാണ്. ഈ പിക്ചറിന് കളർ ചെയ്യണം. ഇവിടെ പറയുന്നുണ്ട്, പറയുന്നതിനനുസരിച്ചാണ് കളർ നൽകേണ്ടത്. ഇറ്റ് ഈസ് മോർണിംഗ്. ഇതൊരു രാവിലെയാണ്, പ്രഭാതമാണ്. ദ സ്കൈ ഈസ് ബ്ലൂ. സ്കൈ ബ്ലൂ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്കൈക്ക് നമ്മൾ എന്ത് കളറാണ് നൽകാനുള്ളത്? ബ്ലൂ. അപ്പൊ സ്കൈക്ക് നമ്മൾ ഇതുപോലെ ബ്ലൂ കളർ നൽകണം. നിങ്ങൾ നല്ലതുപോലെ ക്രയോൺസ് ഉപയോഗിച്ച് കളർ നൽകുക കേട്ടോ. സ്കൈ ഈസ് ബ്ലൂ, കളർ കൊടുക്കുക. അതിനുശേഷം പറയാണ് ദ സൺ ഈസ് ഓറഞ്ച് ഇൻ കളർ. സൺ ഓറഞ്ച് കളർ. അപ്പൊ സണ്ണിന് എന്ത് കളറാണ് കൊടുക്കാനുള്ളത്? ഓറഞ്ച് കളർ. സണ്ണിന് ഓറഞ്ച് കളർ കൊടുക്കാം. There are 4 houses. ഇവിടെ 4 വീടുകൾ കാണുന്നുണ്ട്. 2 are blue. ഇതിൽ 2 വീടുകൾ ബ്ലൂ കളറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വീടുകൾക്ക് എന്ത് കളർ നൽകണം? ബ്ലൂ കളർ നൽകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വീടുകൾക്ക് ബ്ലൂ കളർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും കളർ കൊടുക്കുക. ബ്ലൂ കളർ. 2 വീടുകൾക്കാണ് ബ്ലൂ കളർ കൊടുക്കാനുള്ളത്. 2 വീടുകളാണ് ബ്ലൂ ആയി പറഞ്ഞിട്ടുള്ളത്. 1 house is red. ഒരു ഹൗസ് റെഡ് ആണെന്ന് പറയുന്നുണ്ട്. 1 house is red. ഒരു ഹൗസിന് നമ്മൾ ഏത് കളർ നൽകണം? റെഡ് കളർ കൊടുക്കുക. 1 is yellow. ഇനി ഉള്ള ഒരു വീട് എന്താണ്? യെല്ലോ കളറാണ്. അടുത്ത വീടിന് യെല്ലോ കളർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ടീച്ചർ വായിച്ചു തരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ആ പിക്ചറിനെ മനോഹരമായി പുറത്തൊന്നും പോകാതെ കളർ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എല്ലാവരും എഴുതുമല്ലോ. കളർ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. തെറ്റിക്കാതെ നല്ലതുപോലെ കളർ ചെയ്യണേ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.